നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് നമ്മൾ ഭാരതത്തെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ കാര്യം നമ്മുടെ ജനാധിപത്യം ലോകത്തെ ഏറ്റവും മഹത്തരമായതുകൊണ്ടല്ല, നേരെ മറിച്ച് ഏറ്റവും അധികം ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ്. നമ്മളെക്കാൾ മഹത്തായ ജനാധിപത്യമുള്ള രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളാണ്. അവിടെയൊക്കെ രാഷ്ട്രീയ ധാർമ്മികത ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. ഒരു ആരോപണം ഉണ്ടായാൽ പോലും അവർക്ക് സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാവും. എന്നാൽ നമ്മുടെ ജനാധിപത്യത്തിൽ ആരോപണം അലങ്കാരമായി കൊണ്ടു നടക്കാനാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നത്. അത് ഓരോ ദിവസം ചെല്ലുന്തോറും വഷളായിക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തെ ബഹുജന പിന്തുണയോടെ അട്ടിമറിക്കുന്ന പ്രവണത പലപ്പോഴും വളർന്നു വരാറുണ്ട്. അതിലൊന്നാണ് എന്ത് അഴിമതിയും കാട്ടാം, തോന്നിയാസവും കാട്ടാം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കിറ്റ് വിതരണം ചെയ്യുന്ന പിണറായിയുടെ ഉഡായിപ്പ് തന്ത്രം. പിണറായി വിജയനാണ് ക്ഷേമ പെൻഷനെ രാഷ്ട്രീയവത്കരിച്ചത്. ക്ഷേമ പെൻഷനൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കൃത്യമായി തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഫലപ്രദമായി ഉപയോഗിക്കുക, വേണ്ടവർക്കും വേണ്ടാത്തവർക്കും 500 രൂപയുടെ കിറ്റ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ വോട്ട് വാങ്ങുക എന്ന ഈ തട്ടിപ്പ് ഫലപ്രദമായി ഉപയോഗിച്ച ഒരാളാണ് പിണറായി. വാസ്തവത്തിൽ ഇതിനെ ഒരു സംഘടിത രൂപം കൊടുത്തത് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുമായിരുന്നു. അവർ ജനങ്ങൾക്ക് സൗജന്യമായി ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു. സൗജന്യ ചികിത്സ, സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ യാത്ര, സൗജന്യ വൈദ്യുതി, സൗജന്യ വെള്ളം തുടങ്ങിയവ. അതിന് നമുക്കങ്ങനെ കുറ്റം പറയാൻ കഴിയും. പാവപ്പെട്ടവർക്ക് ഇതൊക്കെ സൗജന്യമായി കിട്ടിയാൽ അവരുടെ ജീവിതം സഫലമാകും, അവർ സന്തുഷ്ടരാകും. അതുകൊണ്ട് നമുക്കവരെ കുറ്റം പറയാൻ കഴിയില്ല. അതൊക്കെ അവർ ചെയ്തത് ദൂർത്തു കുറച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ കൈയടിക്കാൻ തന്നെയാണ് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണ്. ഭരണച്ചെലവ് കുറയ്ക്കുക, ആ ഭരണച്ചെലവ് കുറച്ചതിന് ശേഷം ആ പണം പാവങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുക, നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എന്നാൽ പിന്നീട് ബോധ്യപ്പെട്ടത് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് മൂലധന ചെലവ്, ഒരു സംസ്ഥാനം മുമ്പോട്ട് പോകാൻ വേണ്ട അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ളവയ്ക്ക് മുടക്കുന്ന തുകയാണ്. അത് 39% കുറഞ്ഞെന്നാണ്. എന്ന് വെച്ചാൽ ആളുകൾക്ക് പണം സൗജന്യമായി കൊടുക്കുമ്പോൾ സംസ്ഥാനത്തിന് വികസനത്തിന് ആവശ്യമായ പണം ചെലവഴിക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെയെങ്കിൽ അത് ക്രൈമാണ്. അതല്ല, ഭരണച്ചെലവ് കുറച്ചുകൊണ്ട് അത് പാവങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. എന്തായാലും ഭരണച്ചെലവ് കുറയ്ക്കുകയല്ല, പകരം മൂലധന ചെലവ് കുറയ്ക്കുകയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കിയത്. ഡൽഹിയിൽ നിന്നും ആം ആദ്മി പുറത്തേക്ക് പോയി. എന്നാൽ ആം ആദ്മി തുടങ്ങി വെച്ച, പിണറായി വിജയൻ ഫലപ്രദമായി നടപ്പിലാക്കിയ ഈ പെർക്സ് രാഷ്ട്രീയം, സൗജന്യം വിതരണം ചെയ്യുന്ന രാഷ്ട്രീയം നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിക്കുന്നു. ഇല്ലാത്തവന് കൊടുക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ ഇല്ലാത്തവന് കൊടുക്കുന്നത് ചെലവ് ചുരുക്കിയാവണം, വരുമാനം വർദ്ധിപ്പിച്ചാവണം, അല്ലാതെ അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലാതാക്കിയാവരുത്. അഴിമതി ഇല്ലാതാക്കി ചെയ്യുന്നത് നല്ലത് തന്നെ. ഈ സൗജന്യ വിതരണം ജനാധിപത്യത്തെ അട്ടിമറിക്കും എന്ന് തീർച്ചയാണ്. ഞാൻ ഞെട്ടലോടെ ഒരു വാർത്ത ഇന്ന് വായിക്കുന്നു. അത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്നലെ ആരും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ 1,31,00,000 സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5,000 രൂപ വീതം നിക്ഷേപിച്ചു എന്നതാണ്. തെരഞ്ഞെടുപ്പിന് ഇനി 1-2 മാസമേ ഉള്ളൂ നോക്കണം. 1,31,00,000 പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5,000 രൂപ കൊടുത്തു. കേരളത്തിലെ പോലെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയൊന്നുമില്ല. ക്ഷേമ പെൻഷനൊക്കെ കൃത്യമായി കൊടുത്തു തീർത്തു. എന്നാൽ അവർക്ക് ഈ 5,000 രൂപ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന 3 മാസത്തെ അഡ്വാൻസ് 1,000 രൂപയാണ് അവിടുത്തെ ക്ഷേമ പെൻഷൻ. 3 മാസത്തെ അഡ്വാൻസ് 3,000 രൂപയും ഒരു പ്രത്യേക അലവൻസായ 2,000 ഉൾപ്പെടെ 5,000 രൂപ അത് ഞൊടിയിടയിൽ കൊടുത്തു. ഇങ്ങനെയൊരു ആലോചന ഉണ്ടായപ്പോൾ തന്നെ ആരോ കോടതിയിൽ പോകുമെന്ന സാഹചര്യമുണ്ടായി. അത് തടയാൻ വേണ്ടി ആരോടും പറയാതെ 5,000 രൂപ വീതം 1,31,00,000 പേർക്ക് കൈമാറി. ഈ ആകത്തുക 6,550 കോടി രൂപയാണ്. ഇതൊരു വലിയ അപകടത്തിൻ്റെ സൂചനയാണ്. 6,550 കോടി രൂപ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 1,31,00,000 പേർക്ക് ഒരു മുഖ്യമന്ത്രി കൊടുക്കുമ്പോൾ അത് അയാളുടെ വീട്ടിൽ നിന്നോ അയാളുടെ പാർട്ടിയുടെ കയ്യിൽ നിന്നോ എടുക്കുന്നതല്ല. അത് ഖജനാവിലെ അധ്വാനിക്കുന്ന മനുഷ്യരുടെ നികുതി പണമാണ്. ഈ നികുതി പണം കൈക്കൂലിയായി കൊടുത്ത് 1,31,00,000 പേരുടെ വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമല്ലേ? ഇത് അനുവദിച്ചാൽ നാളെ ഏതൊരു സർക്കാരിനും
എന്തു തോന്നിയാസവും കാണിച്ച് ജനങ്ങൾക്ക് സൗജന്യം കൊടുത്ത് തടിതപ്പാൻ പറ്റും. ഇതിനെതിരെ ആർക്കും പ്രതികരിക്കാൻ പറ്റില്ല. പ്രതിപക്ഷ പാർട്ടി പ്രതികരിച്ചാൽ അവരുടെ വോട്ട് നഷ്ടപ്പെടും. കാരണം 5000 രൂപ സൗജന്യമായി എനിക്ക് കിട്ടുമ്പോൾ അതിനെതിരെ നിൽക്കുന്നവർക്കെതിരെ ഞാൻ പ്രതികരിക്കും. അതുകൊണ്ട് ഒരിക്കലും ആർക്കും പ്രതികരിക്കാൻ കഴിയില്ല. ഞാൻ ആശങ്കപ്പെടുന്നത് ഇത് പിണറായി വിജയൻ കോപ്പി അടിക്കുമെന്ന് നോക്കിയാണ്. 1 രൂപ ഖജനാവിൽ ഇല്ല എങ്കിൽ പോലും പിണറായി വിജയൻ കടമെടുത്ത് ഇത്തരം ദൂർത്ത് ജന്മെടുക്കാനാണ്. ഇഷ്ടംപോലെ സമ്മിറ്റുകൾ നടത്തുന്നുണ്ട്. അപ്പം കടം വാങ്ങി എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിലൂടെ കടം വാങ്ങി അത് വീതിക്കാൻ പിണറായി തുനിഞ്ഞിറങ്ങിയാൽ അത് വലിയ ദോഷം ചെയ്യും നമ്മുടെ സമൂഹത്തിന്. ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ മതി. എല്ലാ പത്രത്തിനും 1-ാം പേജിൽ മുഴുനീള പരസ്യം 1 എന്നാണ് സംഭവം. 1,10,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ സർക്കാർ കിഫ്ബിയിലൂടെ ചെയ്തു എന്നാണ് പരസ്യം. നമ്മുടെ ഖജനാവിലെ പണമെടുത്താണ് ഇത് മുഴുവൻ പരസ്യം ചെയ്യുന്ന ഓർക്കണം. എല്ലാ പത്രങ്ങളും ഈ ദിവസങ്ങളിൽ എല്ലാ പത്രങ്ങളിലും 2-3 പേജ് പരസ്യമാണ്. നമ്മുടെ പണമെടുത്ത് ഈ സർക്കാർ അവർക്ക് വോട്ട് നേടാൻ വേണ്ടി ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്യുകയാണ്. സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? നാടിൻ്റെ വികസനമാണ്, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനമാണ്. പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താണ്? ഖജനാവിൽ പണമെടുത്തിട്ട് ആ പണം ഈ പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. സർക്കാരിൻ്റെ പബ്ലിസിറ്റി അല്ല, പാർട്ടിയുടെ പബ്ലിസിറ്റിയാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുവന്ന പണമല്ലല്ലോ, CPM-കാർ ബക്കറ്റ് പിരിച്ച പണമല്ലല്ലോ. ആ പണം മുടക്കിയിട്ട് അത് വീണ്ടും ലക്ഷങ്ങൾ മുടക്കി പരസ്യം ചെയ്യുകയാണ്. പത്രങ്ങൾ എതിർക്കുമോ? ഇല്ല. കാരണം പത്രങ്ങൾക്ക് കോളാണ്. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ എല്ലാ പത്രങ്ങൾക്കും ചാനലുകൾക്കും പരസ്യമാണ്. എന്തിനേറെ ഈ വെബ് സീരിയലുണ്ട്, അതിനകത്ത് പോലും ഈ സർക്കാരിനെ വാഴ്ത്തുന്ന സംഭവങ്ങൾ അങ്ങ് കയറ്റിവിടുക. കോടികൾ മുടക്കി യൂട്യൂബർമാരെ പോലും വിലക്കെടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു പരീക്ഷണം ഇവർ ചെയ്തുകൂടാഴികയില്ല. കാരണം ചുമ്മാ എല്ലാ നാട്ടുകാർക്കും ഇതാ ഇരിക്കട്ടെ 5000 രൂപ എന്ന് വെച്ചാൽ എന്തു ചെയ്യും? ഇപ്പൊ തന്നെ തട്ടിപ്പാണ്. 62 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന അവകാശപ്പെടുന്നത്. ആ കണക്കൊക്കെ ആരെങ്കിലും അറിയാമോ ഇത് ഉള്ളതാണോന്ന്? ആകെപ്പാടെ 3.5 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ നല്ലൊരു പങ്കും വിദേശത്താണ്. ലക്ഷക്കണക്കിന് ആളുകൾ വിദേശത്താണ്. ബാക്കി വരുന്ന ജനങ്ങളിൽ 60 വയസ്സിന് താഴെയുള്ള വരുമാനമില്ലാത്ത BPL-ന് താഴെ 62 ലക്ഷം പേരുണ്ടെന്ന് പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കും? എൻ്റെ വീട്ടിൽ ഒരു ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല, വാങ്ങുന്നുമില്ല. എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ ഇല്ല. അപ്പോൾ പിന്നെ 60 വയസ്സ് കഴിഞ്ഞ ഈ 62 ലക്ഷം പേർ ദരിദ്രാവസ്ഥയിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്ന ഈ എന്തോ ദാരിദ്ര്യമില്ലാതാക്കിയ പാവപ്പെട്ടവരെന്ന പേര് ഈ നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് അടിസ്ഥാനത്തിലാണ്? നുണ കള്ളം എന്നിട്ടോ അടിച്ചു മാറ്റുകയാണ്. നാളെ പിണറായി വിജയൻ ഈ ആശയം കടമെടുത്തിട്ട് എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങി ഇതെല്ലാം കൂടി നാട്ടുകാർക്ക് കൊടുത്താൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടും. ജനങ്ങളെ സംബന്ധിച്ച് കൊള്ളാം, ഈ മാസം 5000 രൂപ കിട്ടുമെങ്കിൽ പിന്നെ എന്നാ നോക്കണ്ട, ജീവിച്ചു പോവാം. ക്ഷേമ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അത് പിണറായിയുടെ ഔദാര്യമെന്ന് കരുതുന്ന മനുഷ്യരുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ കൊള്ള നടത്താൻ കഴിയുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പിടികിട്ടാത്തത്. എന്തായാലും ഈ ദുർമാതൃക പിണറായി അനുകരിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത്തരം പരിപാടികൾ നമ്മുടെ കോടതികൾ ഇടപെട്ട് നിർത്തണം. നമ്മുടെ നിയമസഭയിലോ പാർലമെന്റിലോ ഇതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കോടതികൾ ഇടപെടണം. പൊതുഖജനാവിലെ പണം എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അഴിമതി നടത്താനും തട്ടിപ്പ് നടത്താനും അവസരമൊരുക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് എന്ന് പറഞ്ഞ് കൃത്യമായി ഇത്തരം വൃത്തികേടുകൾ ചെയ്താൽ ഖജനാവിലെ പണം എടുത്തു കൊടുത്താൽ അതിന് അഴിമതിയായി കാണണം. വോട്ടിന് വേണ്ടി ചെയ്യുന്ന ഈ ആനുകൂല്യം അഴിമതിയാണ്, നടപടി ഉണ്ടാവണം. കാരണം ആർക്കും എതിർക്കാൻ പറ്റില്ല, ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു പോകും. ഇങ്ങനെ ഖജനാവിലെ പണം എടുത്ത് വിതരണം ചെയ്യുന്നവൻ ജയിക്കും, നാട് നശിച്ചു പോകും, വികസനം ഇല്ലാതാകും. അടിയന്തരമായി ഭരണഘടനാ കോടതികൾ ഇടപെടണം. അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന് തീർച്ച.